സ്നേഹ ഹൗസാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മൾ ഗ്രാമറിൽ ഓരോ ഭാഗമായിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രത്യയ്. പ്രത്യയ് എന്ന് പറയുന്നത് മക്കൾക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. നമ്മുടെ ഗ്രാമറിന്റെ പോർഷൻ വേറെ തന്നെ മക്കൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്രത്യയ് എന്ന് പറയുന്നത് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് മക്കൾക്ക് തരും. എന്നിട്ട് എന്താണ് അതെന്ന് പ്രത്യയം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ പ്രത്യയം എന്നൊരു ഐഡിയ ഇല്ലാത്ത മക്കൾക്ക് കൃത്യമാക്കി തരാം. ഒന്നില്ല, ഇംഗ്ലീഷിൽ നമ്മൾ സഫിക്സ് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് പ്രത്യയം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു മക്കൾക്ക് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചൈൽഡ്ഹുഡ് എന്നുള്ള ഒരു ശബ്ദം എടുക്കുകയാണ് നമ്മൾ, അതിന്റെ ഒരു വേർഡ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ അതിൽ ചൈൽഡ് പ്ലസ് ഹുഡ് ആണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്, ചൈൽഡ്ഹുഡ് എന്നായിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇനിയിപ്പം ഹോപ്പ്ലെസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ എടുക്കുകയാണ്. ഹോപ്പ് എന്ന് വെച്ചാൽ എന്താണ്, പ്രതീക്ഷ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഓക്കെ, അതിന്റെ കൂടെ ലെസ് എന്നുള്ള ഒരു ശബ്ദം ചേരുന്ന സമയത്ത്, ഒരു വേർഡ് ചേരുന്ന സമയത്ത് അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് എന്താവാണ്, എൻറ്റയർലി മാറാണ്. ഹോപ്പ്ലെസ് ആയിട്ട് എന്നായിട്ട് മാറാണ് അല്ലെ. അപ്പൊ ഇവിടെ ഈ ലെസ് എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ സഫിക്സ് എന്ന് പറയുന്നത്. ഹോപ്പ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ കൂടെ ലെസ് എന്ന് പറയുന്ന സഫിക്സ് ചേർത്ത് കൊടുത്തപ്പോ എന്തായി മാറി, എൻറ്റയർലി മീനിങ് വേറെയുള്ള ഒരു വേർഡ് ആയിട്ട് മാറി. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകളെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രത്യയ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി നമുക്ക് സിമ്പിൾ ആക്കാം. നോക്കിക്കേ, നമുക്ക് ഹിന്ദിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പ്രത്യയ് വ അംശ് ഹോതാ ഹൈ ജോ ശബ്ദ കെ അന്ത് മേ ജുഡ്കർ, ഏതെങ്കിലും ഒരു വാക്കിന്റെ അന്ത് മേ ജുഡ്കർ, ലാസ്റ്റിൽ എന്ത് ചെയ്യാണ്, കൂടി ചേർന്നിട്ട് അർത്ഥമേ പരിവർത്തൻ കരുതിത്താ, നമ്മുടെ മീനിങ്ങിൽ മാറ്റം വരുത്തുന്ന. അപ്പം ഒരു വേർഡിന്റെ കൂടെ ഏതോ ഒരു വാക്ക് ചേർക്കുന്ന സമയത്ത് ആ ഒരു വേർഡിന്റെ മൊത്തത്തിലുള്ള അർത്ഥം മാറ്റാനുള്ള ഒരു കഴിവുള്ള ആ കുഞ്ഞു വാക്കിനെയാണ് നമ്മൾ പ്രത്യയ് അല്ലെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഹോപ്പ്ലെസ് എന്നുള്ള മിസ് ഇംഗ്ലീഷിൽ പറഞ്ഞു തരുന്ന മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ ഹോപ്പ്ലെസ് എന്നുള്ള ശബ്ദത്തിന്റെ ഹോപ്പ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ലെസ് ചേർത്ത് കൊടുത്തപ്പോഴാണ് ഹോപ്പ്ലെസ് എന്നുള്ള വേർഡ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ലെസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു മീനിങ് എൻറ്റയർലി ചേഞ്ച് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാക്കാണ്. അതാണ് സഫിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പ്രത്യയ് എന്ന് പറയുന്നതിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് മാറും. അപ്പൊ മക്കളോട് എപ്പോഴും ചോദിക്കാറ് എന്താണ്, പ്രത്യയം എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അപ്പൊ കുറച്ച് എക്സാമ്പിൾ നോക്കിക്കേ. പഡിന്റെ കൂടെ നോക്കുക, പഡ് എന്നുള്ളതിന്റെ കൂടെ ആയി ചേർക്കുമ്പോഴാണ് നമുക്ക് പടായി എന്നായിട്ട് മാറുന്നത്. നോക്കിയേ, പഡിന്റെ കൂടെ ആയി ചേർക്കുമ്പോൾ പടായി എന്നായിട്ട് മാറുന്നു. ബച്ചിന്റെ കൂടെ പൻ ചേർക്കുന്ന സമയത്ത് ബച്പൻ എന്നായി മാറുന്നു. ബച്ച് എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ടല്ലേ, നമുക്ക് ബാക്കിയുള്ള അല്ലെങ്കിൽ എന്താണ് ബച്ച് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ബച്പൻ എന്ന് പറയുന്നത് വേറെ എൻറ്റയർലി വേറൊരു വാക്കാണ് അല്ലെ. നോക്കുക, ഈമാൻ പ്ലസ് ദാർ ഈമാൻദാർ എന്നുള്ള വാക്കായിട്ട് മാറുന്നു. മിൽ പ്ലസ് അൻ മിലൻ ആയിട്ട് മാറുന്നു. അപ്പൊ എന്താണ് ഈ അൻ, ആ, ഈ, പൻ, ദാർ, അൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതാണ് പ്രത്യയം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു വാക്കിന്റെ അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുകയും, നോക്കിക്കേ, ആ ഒരു വാക്കിന്റെ മൊത്തം മീനിങ് എന്താവാണ്, പരിവർത്തനാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ വാക്കാണ് എന്ത്, ഈ അവസാനം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വാക്കാണ് പ്രത്യയം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല, മക്കൾ ഒരു വാക്ക് കിട്ടുന്ന സമയത്ത്, ഇപ്പൊ പടായി എന്ന് കിട്ടുന്ന സമയത്ത് അതിന്റെ എൻഡിങ്ങിൽ എന്ത് വാക്കാണോ, എന്ത് വേർഡാണോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ആ വാക്ക് എടുത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇത് മക്കളുടെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എങ്ങനെയാണ് ഇനി എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരു ഡൗട്ട് ഉണ്ടാവും, അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. നോക്കാം, നിമ്നലിഖിത ശബ്ദവുമേ, അപ്പൊ താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ, വേർഡുകളിൽ പ്രത്യയ് പെഹചാനിയെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യയം നിങ്ങളോട് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് പ്രത്യയം എന്ന് തന്നിട്ടില്ല, വേർഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, എൻഡിങ്ങിൽ ചേർത്ത് കൊടുക്കുന്ന ആളാണെന്നുള്ള കാര്യം മക്കളുടെ തലയിൽ ഉണ്ടാവണം. അത് ആലോചിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. നോക്കിക്കേ, കഥാകാർ, കഥാകാർ എന്നൊരു സമയത്ത് കഥ പ്ലസ് കാർ ആണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്, കഥാകാർ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ എന്താണ്, കാർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലാസ്റ്റത്തെ പ്രത്യയം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി നോക്കിക്കേ, ജലൻ, ജലൻ എന്നുള്ള വാക്കിൽ നോക്കിക്കേ, ജൽ പ്ലസ് അൻ ആണ്. നോക്കിക്കേ, അൻ എന്ന് പറയുന്ന ശബ്ദം നമ്മൾ ചേർത്ത് കൊടുത്തപ്പോഴാണ് ജലനായിട്ട് മാറിയത്. ജൽ പ്ലസ് അൻ ചേർത്ത് കൊടുത്തപ്പോഴാണ് ജലനായിട്ട് അത് മാറുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അൻ എന്ന് പറയുന്ന ശബ്ദമായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യയ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു വാക്കുകൾ, ഈ എൻഡിങ്ങിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വാക്കുകൾ തിരിച്ചറിയലാണ് മക്കളുടെ പരിപാടി എന്ന് പറയുന്നത്. അതിനായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. കുഞ്ഞു വാക്കായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ പ്രത്യേകം ഇനി മറന്നു പോകരുത്, എൻഡിങ്ങിലുള്ള ഒരു വാക്ക് അത് എന്താക്കുന്നു, നമ്മുടെ എൻറ്റേർലി നമ്മുടെ മീനിങ് മാറ്റുന്നു. ഇത്ര മാത്രം ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് അവസ്ഥ ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.